രാവിലെ തന്നെ 2-3 മിസ് കോൾസിൻ്റെ സൗണ്ട് കേട്ടാണ് ഞാൻ ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽക്കുന്നത്. കാര്യം വേറൊന്നും കൊണ്ടല്ല, ഓൾറെഡി ദൃശ്യത്തിൻ്റെ ടിക്കറ്റ് പ്രീ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദൃശ്യം ഇന്നാണ് ഇത്ര മണിക്കാണ് ഷോ എന്നൊക്കെ പറയാൻ വേണ്ടി, നേരത്തെ വരണം എന്നൊക്കെ പറയാൻ വേണ്ടി എൻ്റെ ഫ്രണ്ട് എന്നെ ഉറക്കത്തിൽ നിന്ന് വിളിച്ച് എഴുന്നേൽപ്പിച്ചാണ്. അപ്പോൾ കുറച്ച് റെക്കോർഡ് വർക്ക്സ് ഉണ്ടായിരുന്നു, അതൊക്കെ എഴുതി ഉച്ചക്കത്തെ ഫുഡും കഴിച്ചും കൊണ്ട് അങ്ങനെ ദൃശ്യം കാണാൻ വേണ്ടി പോയി. എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ എനിക്ക് ദൃശ്യം ഇഷ്ടപ്പെട്ടു. ഞാനൊരു സ്പോയിലേഴ്സ് ഇറക്കുന്നില്ല, ഒരു തിയേറ്റർ മസ്റ്റ് വാച്ച് ഫിലിമാണ് ഞാൻ പറയുന്നത്. പിന്നെ ചിലവർക്ക് ഡിസപ്പോയിൻറ്റിങ് ആയെന്നൊക്കെ പറഞ്ഞു കേട്ടായിരുന്നു. ഇങ്ങനെ എല്ലാവരും പോയി തിയേറ്ററിൽ പോയി കാണാൻ ശ്രമിക്കുക, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അങ്ങനെ അതിനുശേഷം ഞാൻ എൻ്റെ ഫ്രണ്ടും കൂടി ഒരു ചെറായി ബീച്ചിലൊക്കെ പോയി. ബീച്ചിൽ പോയി സൺസെറ്റ് കണ്ടിട്ട് ഞാൻ എൻ്റെ വീട്ടിലേക്കും അവളുടെ വീട്ടിലേക്കും പോയി. അപ്പോൾ വീടെത്തി കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് ചക്ക വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. കാരണം ഞാൻ കുറച്ച് ദിവസമായിട്ട് ചക്ക വേണം പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ എൻ്റെ ശല്യം കാരണം എൻ്റെ അപ്പൻ എനിക്ക് ചക്ക വാങ്ങി തന്നു. ചക്ക വാങ്ങി തന്നപ്പോഴേക്കും പുള്ളി പറഞ്ഞു പുള്ളി ക്ലീൻ ചെയ്യില്ല എന്ന് പറഞ്ഞു. കാരണം ഈ ചക്ക ക്ലീൻ ചെയ്യുന്നൊരു മെനക്കെട്ട പരിപാടിയാണ്. അപ്പോൾ എനിക്കെന്ന് വെച്ചാൽ എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് ഞാൻ ചക്ക ക്ലീൻ ചെയ്യുന്നത്. കാരണം എനിക്ക് ഓൾറെഡി ചക്ക ക്ലീൻ ചെയ്ത് തരും, കഴിക്കും, ഇത് മാത്രമേ എനിക്ക് ശീലമുള്ളൂ. എനിക്കാണെങ്കിൽ ചക്ക വാങ്ങിച്ചിട്ടുന്നപ്പോൾ എനിക്ക് ഒന്നും കൂടി ക്രേവിങ് കൂടി. കാരണം എൻ്റെ ഇൻസ്റ്റാഗ്രാം തുറന്നാലും യൂട്യൂബ് തുറന്നാൽ മൊത്തം ചക്ക റീൽസാണ് കാണുന്നത്. അങ്ങനെ ഞാൻ തന്നെ അങ്ങ് ചക്ക ക്ലീൻ ചെയ്യാൻ നേരം അപ്പനോട് ഇൻസ്ട്രക്ഷൻസൊക്കെ ചോദിച്ച് വാങ്ങി ഞാൻ ചക്ക ക്ലീൻ ചെയ്യാൻ വേണ്ടി അങ്ങ് ഇറങ്ങി. അങ്ങനെ ഇറങ്ങി കഴിഞ്ഞപ്പോൾ മനസ്സിലായത് ഞാനും ചക്കയും തമ്മിൽ ഒരു യുദ്ധമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്തൊക്കെ യുദ്ധമാണെന്ന് പറഞ്ഞാൽ പോലും ഞാൻ ചക്കയൊക്കെ ക്ലീൻ ചെയ്തു, ചക്കയൊക്കെ കഴിച്ചു, എൻ്റെ ആഗ്രഹങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ചക്ക ക്ലീൻ ചെയ്തതിൻ്റെ കോലമായി കാണുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ ഗൈസ്. ടാറ്റാ ബൈ ബൈ.